എറണാകുളം ആലുവയിൽ കണ്ടെയ്നർ ലോറി വീടിൻ്റെ മതിൽ തകർത്ത് ഇടിച്ചു കയറി. 10 അടി താഴ്ചയിലേക്ക് വീണ ലോറി ഗേറ്റും മതിലും തകർത്ത് വീടിൻ്റെ ഭിത്തിക്ക് സമീപം വന്നു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഗായത്രി വിവരങ്ങളുമായി ചേരുകയാണ്. ഗായത്രി, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? ശരത്ത്, ഇന്നലെ രാത്രി 12:30യോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഒരു ചെറിയ വ്യത്യാസത്തിൽ വലിയ ഒരു അപകടം ഒഴിവായി പോവുകയായിരുന്നു. അതിന്റെ ഒരു ആശ്വാസം എന്തായാലും ഉണ്ട്. തലനാരിഴയ്ക്ക് ഒഴിവായ ഒരു അപകടം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ രാത്രി 12:30 ആലുവ എടത്തല കോമ്പാറയിലാണ്, ഒരു വളവിലാണ് ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വല്ലാർപാടത്ത് നിന്നും കോമ്പാറ ഭാഗത്തെ ഗോഡൌണിലേക്ക് ലോഡുമായി പോകുന്ന വണ്ടിയാണ് 40 അടി നീളമുള്ള ഒരു കണ്ടെയ്നർ ലോറിയാണ് ഇന്നലെ ഈ ഒരു രീതിയിൽ ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കോമ്പാറ അല്ലമ്മിൻ കോളേജിനും കോമ്പാറ സ്കൂളിന് സമീപമുള്ള ഒരു വളവ്, അവിടെ വെച്ച് ഈ വണ്ടി 10 അടി താഴ്ചയുള്ള ഒരു വീട്ടിലേക്ക് വീടിന്റെ ഗേറ്റും മതിലുകളും എല്ലാം തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു. വീടിന്റെ ഭിത്തിയുടെ 2 അടി മാത്രം അകലത്തിലാണ് ഈ കണ്ടെയ്നർ ലോറി ഇടിച്ചു നിന്നത്. അവിടെ ഒരു വലിയ കോൺക്രീറ്റ് ഉണ്ടായതുകൊണ്ടും അവിടെ ഇടിച്ചു നിന്നതും കൊണ്ടും മാത്രമാണ് വീടിന്റെ ഉള്ളിലേക്ക് ഈ വണ്ടി ഇടിച്ചു കയറാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. ഈ ശബ്ദം കേട്ട് എത്തുമ്പോഴാണ് വീട്ടുകാർക്ക് പോലും ഇത്തരത്തിലൊരു അപകടം നടന്ന കാര്യം മനസ്സിലാകുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ വീടിന് തൊട്ടു മുന്നിലായി ഒരു ലോറി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും കാണുന്നതും. ഈ ഗോഡൌണിലേക്ക് എത്താൻ വഴി തെറ്റി വഴി ചോദിക്കുവാൻ വേണ്ടി ഈ വളവിൽ ഡ്രൈവർ വണ്ടി റിവേഴ്സ് ഗിയറിലിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ വണ്ടി നിയന്ത്രണം വിട്ട് ഇത്തരത്തിൽ താഴ്ചയിലേക്ക് ഉരുണ്ട് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കോൺക്രീറ്റ് കട്ടയിൽ ഇടിച്ചുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം എന്തായാലും ഒഴിവായി കിട്ടിയത്. ഈ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥലത്തെത്തിച്ച് എന്തായാലും ഈ ഒരു കണ്ടെയ്നർ ലോറി നീക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ആ പരിപാടികൾ തുടങ്ങിയോ? വലിയൊരു അപകടമാണ്, എന്നാൽ വലിയ ദുരന്തം ഒഴിവായിട്ടുണ്ട്. ആ വീട്ടുകാർ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന അവരുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാതെ ഭയന്നു പോയി കാണും. ഒരു വലിയ കണ്ടെയ്നർ ലോറി ഇങ്ങനെ ഇടിച്ച് വീടിൻ്റെ മുറ്റത്ത് വന്ന് എല്ലാം തകർത്ത് മതിലും ഭിത്തിയും ഒക്കെ തകർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ രാവിലെ തന്നെ അത് ലോറി അവിടുന്ന് കണ്ടെയ്നർ ലോറി മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയോ? ശ്രമങ്ങൾ ആരംഭിച്ചോ? അതേ ശരത്ത്, അതിനുള്ള ശ്രമങ്ങൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു 10 അടി താഴ്ചയിലേക്ക് 40 അടിയോളം നീളമുള്ള കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ടു വരുന്ന ഒരു സാഹചര്യം എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. അത്തരത്തിലുണ്ടാകുമ്പോൾ ഈ താഴ്ചയിലേക്ക് ഇത്രയും ഭാരമുള്ള ലോറി ഇടിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. വീടിന്റെ ഗേറ്റും മതിലും എല്ലാം തകർത്ത് വീടിന്റെ ഉള്ളിലേക്ക് കയറി ഒരു വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നാണ് എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ ഒരു കോൺക്രീറ്റ് കട്ട ഉണ്ടായത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു അപകടം ആയി വേണം നമുക്ക് ഇതിനെ കണക്കാക്കാൻ. എന്തായാലും ഭാഗ്യം തുണച്ചു. ശരി ഗായത്രി.